ഇന്ന് രാജ്യത്ത് 3 സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിലൊന്ന് ആസാം, മറ്റൊന്ന് കേരളം. 30 അംഗ നിയമസഭയുള്ള പുതുച്ചേരിയിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിൽ 2 പാർട്ടികൾ, അതായത് BJPയും CPMഉം ഹാട്രിക് എന്നൊരു സ്വപ്നവുമായിട്ടാണ് കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. 2 വർഷം തുടർച്ചയായി ഭരിച്ച ഹിമന്ത് ബിശ്വ ശർമ്മ 3-ാം വട്ടവും തെരഞ്ഞെടുത്ത ഹാട്രിക് വിജയം ഉറപ്പിക്കാനായി ഒരുങ്ങുമ്പോൾ കേരളത്തിലാകട്ടെ CPM അവരുടെ ഹാട്രിക് ഭരണമാണ് സ്വപ്നം കാണുന്നത്. പുതുച്ചേരിയിലെ അവരുടെ ഭരണ തുടർച്ചയാണ് NDA അവിടെ മുൻപോട്ട് വെക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഈ പുതുച്ചേരി സംബന്ധിച്ച് പറഞ്ഞാൽ ഇത്തവണത്തെ ഒരു പ്രത്യേകത, വിജയിയുടെ പാർട്ടി കൂടി മത്സരിക്കുന്നുണ്ട്. ആകെ 30 അംഗ നിയമസഭയാണ് അവിടെ ഉള്ളത്. അതിൽ വിജയിയുടെ പാർട്ടി കൂടി മത്സരിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് രാജ്യത്ത് നടക്കുന്ന ശക്തമായ മത്സരങ്ങൾ നടക്കുന്നത് ആസാമിലും ഒപ്പം തന്നെ കേരളത്തിലും പുതുച്ചേരിയിലുമാണ്. ഇനി വരും ദിവസങ്ങളിൽ, ഈ മാസം അവസാനത്തോടു കൂടി തമിഴ്നാട്ടിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ തെരഞ്ഞെടുപ്പുണ്ട്. BJP സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ കയ്യിലിരിക്കുന്ന 2 സംസ്ഥാനങ്ങളാണ് പുതുച്ചേരിയും ഒപ്പം തന്നെ ആസാമും. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ മത്സരം കുറച്ചുകൂടി മാറുകയാണ് മത്സര ചിത്രം. കാരണം CPM കേരളത്തിൽ മാത്രമാണ് ഇന്ന് ഈ രാജ്യത്ത് അവശേഷിക്കുന്നത്. അവരുടെ ഭരണമുള്ളത് കേരളത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ തുടർഭരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടം തന്നെ കേരളത്തിൽ നടക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ന്യൂസ് ഇന്ത്യ മലയാളം.